കളമശ്ശേരി കൂനന്തയിലെ വീട്ടമ്മയുടെ കൊലപാതകം. പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ മേൽനോട്ടത്തിൽ DCP കെ സുദർശനന്റെ നിർദ്ദേശപ്രകാരം തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ബേബി PA, കളമശ്ശേരി ഇൻസ്പെക്ടർ ലത്തീഫ് MB എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് പ്രതിയായ തൃക്കാക്കര മൈത്രിപുരം റോഡിൽ ഗിരീഷ് ബാബു, ഖദീജ എന്നിവരെ പിടികൂടിയത്. പ്രതിയായ ഗിരീഷ് ബാബുവിൻ്റെ കാമുകിയാണ് ഖദീജ. ഇരുവരുടെയും പൊതുസുഹൃത്തായിരുന്നു കൊല്ലപ്പെട്ട ജെയ്സി. ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി ജെയ്സിയെ ബന്ധപ്പെട്ട ഫ്ളാറ്റിൽ എത്തിയ ഗിരീഷ് ബാബു അവിടെ വെച്ചാണ് ഖദീജയെ പരിചയപ്പെടുന്നത്. ആവശ്യക്കാർക്ക് ഇത്തരത്തിൽ സ്ത്രീകളെ നൽകുന്ന ഏജന്റായിരുന്നു ജെയ്സി. പരിചയത്തിലായ ഗിരീഷ് ബാബുവും ഖദീജയും ക്രമേണ അടുത്ത സുഹൃത്തുക്കളായി മാറുകയായിരുന്നു. ജെയ്സിക്ക് അടുത്തിടെ വീട് വിറ്റ് പണം ലഭിച്ച കാര്യം പ്രതികൾക്ക് അറിയാമായിരുന്നു. പണത്തിന് ബുദ്ധിമുട്ടിയിരുന്ന പ്രതികൾ ജെയ്സി പുതിയ സ്വർണ്ണവളകൾ വാങ്ങിയ വിവരവും അറിഞ്ഞിരുന്നു. കൂടാതെ വീട് വിറ്റ് കിട്ടിയ പണം ജെയ്സിയുടെ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുമെന്നും അവർ കരുതി. സ്വർണവും പണവും കവർച്ച ചെയ്യാൻ പ്രതികൾ തീരുമാനിക്കുകയായിരുന്നു. അതിനുവേണ്ടി 2 മാസം മുന്നേ തന്നെ ഇരുവരും ഗൂഢാലോചന നടത്തി പദ്ധതി പ്ലാൻ ചെയ്യുകയും ചെയ്തു. അതുപ്രകാരം കൊലപാതകം നടത്തുന്നതിന് മുന്നോടിയായി ഗിരീഷ് ബാബു 2 വട്ടം ട്രയൽ നടത്തി ജെയ്സിയുടെ ഫ്ളാറ്റിൻ്റെ സമീപം വരെ വന്നുപോയിരുന്നു. തുടർന്നാണ് ഫ്ളാറ്റിൽ മറ്റാരും ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്തതിനാൽ കഴിഞ്ഞ 17-ാം തീയതി ഞായറാഴ്ച തിരഞ്ഞെടുത്തത്. ഇതിനുവേണ്ടി ഞായറാഴ്ച രാവിലെ സഹോദരൻ്റെ ബൈക്കിൽ കാക്കനാട് NGO ക്വാർട്ടേഴ്സിന് സമീപമുള്ള വീട്ടിൽ നിന്നും ഗിരീഷ് ബാബു പല വഴികളിലൂടെയും ചുറ്റിക്കറങ്ങി സഞ്ചരിച്ച് ഉണിച്ചിറ പൈപ്പ് ലൈൻ റോഡിലെത്തി അവിടെ നിന്ന് 2 ഓട്ടോറിക്ഷകൾ മാറിക്കയറി ജെയ്സിയുടെ ഫ്ളാറ്റിൽ എത്തുകയായിരുന്നു. CCTVയിൽ മുഖം പതിയാതിരിക്കാൻ ഹെൽമറ്റ് ധരിച്ചായിരുന്നു ഇയാൾ മുഴുവൻ സമയവും സഞ്ചരിച്ചിരുന്നത്. തുടർന്ന് 10:20-ന് ശേഷം അപ്പാർട്ട്മെൻറ്റിലെത്തിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന മദ്യം ജെയ്സിയുമൊത്ത് കഴിക്കുകയും മദ്യലഹരിയിലായിരുന്ന ജെയ്സിയെ ബോഡി മസാജ് ചെയ്യുന്നതിന് വേണ്ടി വിവസ്ത്രയാക്കി കമഴ്ത്തിക്കെടുത്തുകയും ചെയ്ത ശേഷം പ്രതി ബാഗിൽ കരുതിയിരുന്ന ഡംബലെടുത്ത് ജെയ്സിയുടെ തലയ്ക്ക് പലവട്ടം അടിക്കുകയും നിലവിളിക്കാൻ ശ്രമിച്ച ജെയ്സിയുടെ മുഖം തലയിണ വെച്ച് അമർത്തിപ്പിടിക്കുകയും ചെയ്തു. തുടർന്ന് മരണം ഉറപ്പാക്കിയ പ്രതി മരണം ആത്മഹത്യ എന്ന് വരുത്താനായി ബോഡി വലിച്ച് നിലത്തിട്ട് ബാത്റൂമിലേക്ക് എത്തിക്കുകയുമായിരുന്നു. അതിനുശേഷം ശരീരത്തെ രക്തം കഴുകിക്കളഞ്ഞ് ആ സമയം പ്രതി ധരിച്ചിരുന്ന ഷർട്ട് മാറി പ്രതി ബാഗിൽ കരുതിയിരുന്ന മറ്റൊരു വസ്ത്രം ധരിച്ച് ജെയ്സിയുടെ കൈകളിൽ ധരിച്ചിരുന്ന 2 സ്വർണ്ണവളകളും ജെയ്സിയുടെ 2 മൊബൈൽ ഫോണുകളും കവർച്ച ചെയ്ത് ഫ്ളാറ്റിൻ്റെ വാതിൽ അവിടെയുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് പുറത്തുനിന്ന് പൂട്ടിയ ശേഷം ഈ താക്കോലുമായും പ്രതി മറ്റൊരു വഴിയിലൂടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറി വീണ്ടും പൈപ്പ് ലൈൻ ജംഗ്ഷനിലെത്തി അവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുമെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. ഫോൺ കോളുകൾ വഴി പോലീസ് അന്വേഷണം നടത്തും എന്നതിനാൽ ഫോണിൽ ബന്ധപ്പെടാതെ നേരിട്ട് ഫ്ളാറ്റിൽ എത്തുകയായിരുന്നു പ്രതി. കൊലപാതകത്തിനു ശേഷം ഇക്കാര്യം പ്രതി ഖദീജയെ അറിയിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്പാർട്ട്മെൻറ്റിനും പരിസരത്തും വെളുപ്പിനെയും മറ്റും വന്ന പ്രതി പോലീസിൻ്റെ നീക്കങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. കേസ് റിപ്പോർട്ടായ ഉടൻ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ മേൽനോട്ടത്തിൽ DCP കെ സുദർശൻ്റെ നിർദ്ദേശപ്രകാരം തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ബേബി PA, കളമശ്ശേരി ഇൻസ്പെക്ടർ ലത്തീഫ് MB എന്നിവരുടെ നേതൃത്വത്തിൽ 15-അംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കൃത്യം നടന്ന ഞായറാഴ്ച മുതൽ രാവും പകലുമില്ലാതെ നടത്തിയ കൃത്യവും ശാസ്ത്രീയവുമായ അന്വേഷണത്തിന് ഒടുവിലാണ് 7-ാം ദിവസം പ്രതികൾ പിടിയിലായത്. കളമശ്ശേരി പ്രിൻസിപ്പൽ SI സിംഗ് CR, SI സെബാസ്റ്റ്യൻ P ചാക്കോ, SI അരുൺകുമാർ, ASIമാരായ അനിൽകുമാർ AT, നജീബ് KA, സീനിയർ CPOമാരായ മുഹമ്മദ് ഇസ്ഹാഖ്, ബിനു VS, അരുൺ AS, ഷമീർ PM, CPOമാരായ മാഹിൻ അബൂബക്കർ, ഷിബു VA, അജേഷ് കുമാർ, NK ഷാജഹാൻ, രാജേഷ് കുമാർ, TS ഷബന, B കമൽ, സൈബർ സെൽ SI പ്രമോദ, CPO അരുൺ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.